ചില സിനിമകളിലൊക്കെയാണ് അതിലെ ഒരു വിവാദ വിഷയം നാടൊട്ടുക്ക് എല്ലാവരും ചർച്ച ചെയ്യുന്നത് കാണാറുള്ളത്. TV ഷോപ്പിന് മുന്നിൽ ആളുകൾ കൂട്ടം കൂടി നിന്ന് കാണുക, കൂട്ടം കൂടി ഇരുന്ന് മൊബൈലിൽ കാണുക, കാണുന്നവരൊക്കെ ആ വിഷയം തമ്മിൽ ചർച്ച ചെയ്യുക, അങ്ങനെ ഏതാണ്ട് അതുപോലെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പോയ കടകളിൽ, ഷോപ്പിംഗ് മാളിൽ, ലിഫ്റ്റിനുള്ളിൽ, സ്കൂളിൽ, വീട്ടിൽ ഒക്കെ ആളുകൾ വർത്തമാനത്തിനിടെ സിനിമാ മേഖല ചർച്ച ചെയ്യുന്നത് കേട്ടു. ചർച്ചകളിലെല്ലാം സിനിമയിലെ പൊളിച്ചെഴുത്തിന്റെ പോസിറ്റീവ് വർത്തമാനങ്ങൾക്ക് ഒപ്പം ഒരു ചോദ്യവും സ്വാഭാവികമായി ഉയർന്നു കേട്ടു. ഇവരൊക്കെ തക്ക സമയത്ത് പ്രതികരിക്കാതെ കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണോ ഇതൊക്കെ വന്ന് പറയുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഒന്ന് ചോദിച്ചാൽ കിട്ടും. ജീവിതത്തിൽ പ്രതികരിക്കേണ്ട എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി അതാത് സമയത്ത് പ്രതികരിച്ചവരാണോ നമ്മൾ? ജോലിസ്ഥലത്ത്, ഓഫീസിൽ, മേലുദ്യോഗസ്ഥന്റെ അടുത്ത്, കുടുംബത്തിലെ ചില പ്രശ്നങ്ങളിൽ, പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകളിൽ, സുഹൃത്തുക്കളുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ, ബന്ധുക്കൾക്ക് മുന്നിൽ എത്രയോ വട്ടം നിസ്സഹായതയോടെ മൗനം പാലിച്ചിട്ടുണ്ട്, പാലിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് നേരെ അവരിൽ നിന്നൊക്കെ ഉണ്ടായ പലതരം നീതികേടിനെതിരെ അമർഷം ഉള്ളിൽ ഒതുക്കിപ്പിടിച്ച് പ്രതികരണശേഷി ഇല്ലായ്മയോടെ നിന്നിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഏറ്റവും സുപരിചിതവും സ്വാതന്ത്ര്യവുമുള്ള ഇടങ്ങളും വ്യക്തിബന്ധങ്ങളുമാണ് അവയെല്ലാം എന്നുകൂടെ ഓർക്കണം. ഇനി പല പൊതുവിഷയങ്ങളിലാവട്ടെ, സമൂഹ മാധ്യമത്തിലെ സപ്പോർട്ട് പ്രഖ്യാപനത്തിനപ്പുറം റിയൽ ലൈഫിൽ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമ്മളൊക്കെ എത്ര വട്ടം സ്വന്തം പരിക്ക് നോക്കാതെ അതിൽ പ്രതികരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എണ്ണിപ്പിറക്കി നോക്കിയാൽ അറിയാം 90% ആളുകളുടെയും ഈ തക്ക സമയത്തെ പ്രതികരണ ശേഷിയുടെ ഗാംഭീര്യം. ബാക്കി വരുന്ന 10% ആളുകൾ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏറ്റെടുക്കുന്ന പ്രതികരണ കുരിശിന്റെയും അതുകൊണ്ട് അവരും ഇരകളും അനുഭവിക്കുന്ന പരിക്കുകളുടെയും പിന്നെ അത് റൈറ്റ് ട്രാക്കിൽ കയറിയാൽ മാത്രം പൊതുസമൂഹം നൽകുന്ന പിന്തുണയുടെയും ആകെ തുകയാണ് ഇവിടെ സംഭവിക്കുന്ന ഓരോ സാമൂഹിക മാറ്റങ്ങളും. ആ 10% എരിഞ്ഞ് കത്തിപ്പടരുന്ന വെളിച്ചം. ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നിങ്ങളൊക്കെ ഈ പറയുന്ന തക്ക സമയത്ത് വന്ന് പൊതു സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരുന്നത് തങ്ങൾ നേരിട്ട ശാരീരിക ചൂഷണത്തെക്കുറിച്ചാണ്. അതും അവർക്ക് പരിചിതമല്ലാത്ത ഇടത്തും ആളുകൾക്കും മുന്നിൽ. അതിന് കാലങ്ങളെടുത്തേക്കും. ചിലപ്പോൾ ഒരിക്കലും തുറന്നു പറഞ്ഞില്ലെന്നും വരും. ഇനി എന്നെങ്കിലും അവരത് പറഞ്ഞാൽ തന്നെ അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാനും ഒപ്പം നിൽക്കാനും സമൂഹം ഇപ്പോഴും പാകപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണല്ലോ ഇരകളോട് സംഭവം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണോ ഇതും പൊക്കി പിടിച്ചു വരുന്നത് എന്ന അശ്ലീല ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്. ഇത്തരം ഒരു ശാരീരിക ചൂഷണത്തിന് വിധേയമായാൽ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉടനടി പൊതുസമൂഹത്തോട് നടന്നതിനെ പറ്റി വിളിച്ചു പറയുന്നു, അതോ നടന്നത് മൂടി വയ്ക്കാൻ ശ്രമിക്കുമോ? സത്യസന്ധമായി ഓർത്താൽ മതി. ധൈര്യപൂർവ്വം തുറന്നു പറയുന്ന ആ 10% നമ്മൾ പെടുമോ എന്നതും ഓർക്കണം. അതൊക്കെ തന്നെയാണ് തങ്ങൾ നേരിട്ട ചൂഷണം ഇപ്പോൾ വന്ന് വിളിച്ചു പറയുന്ന ഇരകൾക്കും അവരുടെ ചെറുപ്രായത്തിൽ ഇത്തരം ചൂഷണങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അല്ലാതെ അവരൊന്നും വിപ്ലവ നായികമാരല്ല. സാധാ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സിനിമാ മോഹവുമായി വന്ന് ചെറുപ്രായത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടവരാണ്. അതിനി നിസ്സഹായതയുടെ ഗതികെട്ട സ്വയം വഴങ്ങിക്കൊടുക്കലായാലും ബലാത്കാരമായ ചൂഷണമായാലും ശരി, സ്വന്തം ഇഷ്ടമില്ലാതെ ശരീരം പുരുഷനാൽ ഉപയോഗിക്കപ്പെട്ടതിന്റെ അമർഷവും ആത്മനിന്ദയും സ്ത്രീ ഹൃദയത്തിൽ നിന്നുമായില്ല ഒരിക്കലും. മനസ്സിലാക്കിയിടത്തോളം ഇപ്പോഴും സിനിമാ രംഗത്തെ പ്രമുഖ നടികൾ ആരും തങ്ങൾ നേരിട്ട ഇത്തരം ചൂഷണങ്ങളെ പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. അതിനുള്ള ധൈര്യം അവർക്ക് വന്നിട്ടില്ല. ഭയന്നിട്ട് തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഇരയാക്കപ്പെട്ടവർ അവർ ജീവിതത്തിൽ അനുഭവിച്ച ശാരീരിക ചൂഷണത്തെ പറ്റി എപ്പോഴാണോ അവർക്ക് തോന്നുന്നത് അപ്പോൾ പ്രതികരിക്കട്ടെ. അത്രമാത്രം വലിയ മെന്റൽ ട്രോമയാണത്. അത് ചെറുതായെങ്കിലും മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിളായ വഴി നമ്മളോട് ഒരാൾ വഴക്കിട്ടാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന മാനസിക അവസ്ഥ ഓർത്താൽ മതി. ഇരകളുടെ തുറന്നു പറച്ചിലുകളിൽ വേട്ടക്കാർ ആരോപിക്കുന്ന സ്ഥിരം ന്യായങ്ങളായ കള്ളത്തരം, ബ്ലാക്ക് മെയിലിംഗ് എന്നതിലൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടത് നമ്മളല്ല, പരാതി നൽകിയ ശേഷം അന്വേഷിക്കുന്ന പോലീസാണ്. ഇരകളുടെ തുറന്നു പറച്ചിലുകൾക്ക് ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത് തിരിച്ച് പലതരം ചോദ്യം ചെയ്യലുകളോ പരിഹാസമോ അല്ല, ഒപ്പം നിൽക്കലാണ്. ബാക്കി
നിയമത്തിന് വിട്ടു നൽകലാണ്. ഇനി പോലീസ് അന്വേഷണം ശരിയായി നടക്കുമോ എന്ന ചോദ്യത്തിന് നല്ലത് പ്രതീക്ഷിക്കാം എന്ന അത്ര ഉറപ്പില്ലാത്ത മറുപടിയേ ഉള്ളൂ. ഏതായാലും ഇരയാക്കപ്പെട്ടവർ അനുഭവിച്ച വേദനകൾക്ക് മുകളിൽ നമുക്ക് നമ്മുടേതായ പരിഹാസവും ചോദ്യം ചെയ്യലുകളും സംശയവുമൊക്കെയായി മറ്റൊരു പ്രഹരം കൂടെ നൽകാതെ സൂക്ഷിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ.